ഈ മന്ത്രിയുടെ കാറിൽ കയറിപ്പോയ സ്ത്രീ ആരാണ് എന്ന് ചോദിച്ച് CPM നമ്മളത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, സോഷ്യലിസ്റ്റുകളും കോൺഗ്രസ്സിനകത്തുള്ള കുതികാലി വെട്ടികളും എല്ലാം കൂടി ചേർന്ന് വലിയ ഇൻഖിലാബാക്കുകയും അതേ തുടർന്ന് 1964 ഫെബ്രുവരിയിൽ PT ചാക്കോ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരിച്ചു. അധികം വൈകാതെ അദ്ദേഹം ഹൃദയാഘാതം വന്ന് മരണമടഞ്ഞു. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കനപ്പെട്ട ഒരു വലിയ രക്തസാക്ഷിയായിരുന്നു PT ചാക്കോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കപട സദാചാരവാദികളുടെ കുതികാലുവെട്ടിനും കുതന്ത്രത്തിനും ഉപജാപത്തിനും വിധേയനായി മരണപ്പെട്ട ആളാണ് PT ചാക്കോ. PT ചാക്കോയുടെ ശിഷ്യന്മാർ ചേർന്നിട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം പൈതൃകവും എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്, ആ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മാത്തച്ഛൻ കുരുവിനാക്കുന്നേലായിരുന്നു.